ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഗായത്രി CS ലെക്ചേഴ്സ്. സി പ്രോഗ്രാമിംഗ് വീഡിയോ സീരീസിലെ അടുത്തൊരു ലെസൺ നോക്കാം. ഇത്രയും കഴിഞ്ഞ ലെസൺസിലൊക്കെ നമ്മൾ എന്താ കണ്ടത്? മെസ്സേജ് പ്രിന്റിംഗ് ആണ്. ഇനി അല്പം കാൽക്കുലേഷൻ നോക്കാം. അപ്പൊ നമ്മുടെ പ്രോബ്ലം ഇതാണ്. നമ്മളൊരു നമ്പർ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്നു, അതിനോട് ഒന്ന് കൂട്ടിയിട്ട് കമ്പ്യൂട്ടർ എനിക്ക് തിരിച്ചു തരണം. ഇതാ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇതാ വേണ്ടത്. അപ്പൊ നേരെ പ്രോഗ്രാമിലേക്ക് പോവാം. നമ്മുടെ ഇനിഷ്യൽ കോഡൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഒരു നമ്പർ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്പർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓർമ്മിച്ച് വെക്കണം അല്ലെ. അങ്ങനെ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സി പ്രോഗ്രാം എന്ന് പറയാം. സി എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലേബിൾഡ് ബോക്സസ് യൂസ് ചെയ്യും. അതായത് നമ്മൾ കിച്ചണിലൊക്കെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് ബോക്സുകളിലാണ്. എന്നിട്ട് അതിനകത്ത് പേര് എഴുതി ഒട്ടിച്ചു വെക്കും. അതെന്താന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമുക്ക് ഉപ്പ് പഞ്ചസാരയൊക്കെ എങ്ങനെ ഇട്ട് വെക്കുന്നത്? ബോക്സുകളിൽ ഇട്ട് വെച്ചിട്ട് പേര് എഴുതി വെച്ചിട്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന്. അതുപോലെ തന്നെ ഇവിടെയും വാല്യൂ ഇട്ട് വെക്കുന്ന ബോക്സുകളിലാണ്. എന്നിട്ടത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പേര് കൊടുത്തിരിക്കും. ഓക്കെ. അപ്പൊ പഞ്ചസാര ഇട്ട് വെക്കുന്ന ബോക്സിന് എന്താ? നമുക്ക് അങ്ങനെ പഞ്ചസാര എന്ന് എഴുതിയിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെയും ഞാനൊരു നമ്പറാ കൊടുക്കാൻ പോകുന്നത്, എന്നിട്ട് അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് എനിക്ക് തിരിച്ചു തരേണ്ടത് ആണല്ലോ. അപ്പോ ഇവിടെയും ഞാൻ ആദ്യം ഒരു ബോക്സ് ഉണ്ടാക്കണം. ബോക്സ് എടുത്തിട്ടല്ലേ അതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ആദ്യം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോ അത് എന്ത് വെക്കാൻ പറ്റുന്ന ബോക്സ് ആണെന്ന് നോക്കിയല്ലേ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഞാന് പഞ്ചസാര ഇട്ട് വെക്കാൻ പറ്റുന്ന ബോക്സില് ആയിരിക്കില്ല എന്താണ് ജ്യൂസ് ഒഴിച്ച് വെക്കാൻ പറ്റുന്നത് അല്ലെ. അത് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ബോക്സ് ആയിരിക്കും. അപ്പൊ അതുപോലെ ഓരോ തരം വാല്യൂ സ്റ്റോർ ചെയ്യാനും ഓരോ തരം ബോക്സ് ആണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. ഇപ്പൊ ഞാന് ഒരു ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണേ. ഇന്റിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാണ്ട് ഉള്ള വാല്യൂ. അപ്പൊ ഞാനിവിടെ ആദ്യം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ വെക്കാൻ ഒരു മാർക്കാണ് ഞാൻ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ബോക്സിന്റെ പേരെന്തായിരിക്കും? മാർക്ക് എന്ന് കൊടുക്കുക അല്ലെ. ബോക്സ് എടുത്തിട്ട് അതിന് പേര് മാർക്ക് എന്ന് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഞാൻ ഇന്റിജർ ആണ് വെക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് എനിക്കറിയാന്നുള്ളത്. ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു, മാർക്ക് വെക്കാനുള്ള ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. മാർക്ക് ഇന്റിജർ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ബോക്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്റിജർ എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. ഇന്റ് മാർക്ക് ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ നേരത്തെ കൊടുത്തതുപോലെ സെമിക്കോളൻ കൊടുത്തു. ഇനി ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? അപ്പൊ ബോക്സ് എടുത്തു. ഇനി ബോക്സിനകത്ത് എന്ത് വേണം? മാർക്ക് ഇട്ട് വെക്കണം അല്ലെ. മാർക്ക് ഈക്വൽ 45 സെമിക്കോളൻ കൊടുത്തു. ഇനി എന്താ വേണ്ടത്? ഈ മാർക്കിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം അല്ലെ. മാർക്ക് അതിങ്ങനെ ഒന്ന് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാർക്ക് +1 അതാണല്ലോ ഒന്ന് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇനി ഇത് എവിടെ തിരിച്ചെടുത്ത് വെക്കണം? മാർക്കിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് തിരിച്ച് ആ ബോക്സിൽ തന്നെ വെക്കണം അല്ലെ. നമുക്കൊരു ബോക്സ് അല്ലേ ഉള്ളൂ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ബോക്സിൽ തന്നെ തിരിച്ചു വെക്കണം. അങ്ങനെ തിരിച്ചു വെക്കാൻ ഇത് ശ്രദ്ധിച്ചോളണേ. ആ ബോക്സിലേക്ക് തന്നെ ഞാൻ തിരിച്ചിടുവാണേ. അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ കൊടുത്തത്? മാർക്ക് ഈക്വൽ മാർക്ക് +1. അപ്പൊ മാർക്കിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തു, എന്നിട്ട് അത് തിരിച്ച് ആ ബോക്സിൽ തന്നെ ഇട്ട് വെച്ചു. ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇതെനിക്ക് സ്ക്രീനിലൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഇവിടെ ഒരു പുതിയ കാര്യം കൂടെ പറയാനുണ്ട്. അപ്പൊ ഡിസ്പ്ലേ ചെയ്യാൻ എന്താണ്? നമ്മുടെ printf കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? മാർക്കാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. പക്ഷേ മാർക്ക് എന്ന് മാത്രം ഇങ്ങനെ കൊടുത്താൽ നമുക്ക് പറ്റില്ല, അത് പോരാ. കുറച്ചൊരു കാര്യം കൂടെ, അതൊരു പുതിയ കാര്യമാണ്. അതായത് ഞാൻ ഈ മാർക്ക് എന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഇത് എന്ത് ടൈപ്പാണ്, അതായത് മാർക്ക് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ബോക്സിനൊരു ടൈപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് എന്ത് ടൈപ്പാണ് എന്നുള്ളത് കൂടെ പറയണം. അപ്പൊ ഞാൻ ഡബിൾ കോട്ടിനകത്ത്
ഇവിടെ ഇന്റിജർ എന്നുള്ളതിന് സൂചിപ്പിക്കാൻ പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്ന ഒരു സിമ്പൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ഫോർമാറ്റ് സ്പെസിഫയർ എന്നാണ് പറയുന്നത്. ആ വാക്കുകളൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അപ്പൊ അതൊന്നും നോക്കണ്ട. പെർസെൻറ്റേജ് ഡി എന്ന് കൊടുക്കുക കോഡ്സിനകത്ത്. അതിനുശേഷം കോമ കൊടുക്കുക. എന്നിട്ട് മാർക്കാണല്ലോ നമ്മുടെ ബോക്സ് കൊടുത്തു. എന്നിട്ട് സെമിക്കോളൻ കൊടുത്തു. ഓക്കെ, ഇനി ഇതിനൊന്ന് റൺ ചെയ്യാം. ഏതാ മാർക്ക് എത്രയായിരുന്നു? 45 ആയിരുന്നു. ഇപ്പോ 46 എന്ന് വന്നല്ലേ. ഇത് ക്ലിയർ ആണോ? ഇതിനകത്ത് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വളരെ കുറച്ചൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ അല്ല എങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തൊന്ന് കാണുക. ഓക്കെ, താങ്ക് യു.